പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തൊങ്കോസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 7ാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ 2ാമത്തെ യൂണിറ്റിലെ ഒരു കഥയുമായിട്ടാണ്. ഗാന്ധിജിക്ക് നമക് കഥ, ഗാന്ധിജിയുടെ ഉപ്പ് കഥ. ഓക്കെ, പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഇക്കായി ദോ, പരിശ്രമം എന്നതാണ് 2ാമത്തെ യൂണിറ്റിൻ്റെ പേര്. ചിത്രത്തിൽ ആരെയാണ് കാണിച്ചിരിക്കുന്നത് മനസ്സിലായല്ലോ? നമ്മുടെ ഗാന്ധിജിയാണ് അല്ലേ, രാഷ്ട്രപിതാവായ ഗാന്ധിജിയാണ് ചിത്രത്തിൽ. അതിന് ചുവടിൽ ഒരു സെൻറ്റൻസ് തന്നിട്ടുണ്ട്, അതായത് ഗാന്ധിജിയുടെ തന്നെ കോട്സാണ് തന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കൂ. കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്പനെ ദേഖ്തേ ഹൈ, जबकि अन्य व्यक्ति जागते हैं और कड़ी मेहनत करते हैं. ഗാന്ധിജിയുടെ വാക്കുകളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്പനെ ദേഖ്തേ ഹൈ, കുറച്ച് ആളുകൾ, ആൾക്കാർ സഫലത കെ കേവൽ സപ്പനെ ദേഖ്തേ ഹൈ, വിജയം എന്ത് ചെയ്യുന്നു, സ്വപ്നം കാണുമ്പോൾ. ജബ്കി അന്യ വ്യക്തി, മറ്റു വ്യക്തികളോ, ജാഗ്തേ ഹൈം ഓർ കടി മെഹനത് കർത്തേ ഹൈം, മറ്റുള്ളവർ ഉണർന്ന് കഠിനാധ്വാനം ചെയ്യുന്നു. ജാഗ്തേ ഹൈം, ഉണർന്നിരുന്ന്, കടി മെഹനത് കർത്തേ ഹൈം, കഠിനാധ്വാനം ചെയ്യുന്നു. അത് എല്ലായ്പ്പോഴും അങ്ങനെയാണല്ലേ, അധ്വാനിക്കുന്നവർ അധ്വാനിക്കും, മടി പിടിച്ചിരിക്കുന്നവർ അങ്ങനെയിരിക്കും അല്ലേ. ഇവിടെ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നതും അങ്ങനെയാണ്. കുച്ച് ലോഗ് സഫലത കെ കേവൽ സപ്പനെ ദേഖ്തേ ഹൈം, ജബ്കി അന്യ വ്യക്തി ജാഗ്തേ ഹൈം ഓർ കടി മെഹനത് കർത്തേ ഹൈം. ചിലർ വിജയം മാത്രം സ്വപ്നം കാണുമ്പോൾ മറ്റുള്ളവർ ഉണർന്ന് കഠിനാധ്വാനം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കഠിനാധ്വാനത്തിൻ്റെ അല്ലെങ്കിൽ പരിശ്രമത്തിൻ്റെ ഫലം നമുക്ക് നോക്കാം. 2ാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ ഭാഗം ഒരു കഹാനിയാണ്. കഹാനി മീൻസ് കഥ, ഒരു കഥയാണ്. ഗാന്ധിജിക്ക് നമക് കഥ, ഗാന്ധിജിയുടെ നമക് മീൻസ് സാൾട്ട്, ഉപ്പ് കഥ, ഗാന്ധിജിയുടെ ഉപ്പ് കഥ. ഈ കഥ എഴുതിയിരിക്കുന്നത് ഉദയൻ വാജ്പേയിയാണ്. ഗാന്ധിജിക്ക് നമക് കഥ എന്ന കഥ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പാഠത്തിലേക്ക് പോകാലോ. തന്നിരിക്കുന്ന ചിത്രവും ദണ്ഡി മാർച്ചാണ് അല്ലേ, ഉപ്പ് സത്യാഗ്രഹത്തിലെ ദണ്ഡി മാർച്ചിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ചൊക്കെ കൂട്ടുകാർ ചരിത്രത്തിലെ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതുകൊണ്ട് ആദ്യമായി കേൾക്കുന്ന ഒന്നല്ല. എന്നിരുന്നാലും വളരെ രസകരമായ മറ്റൊരു കഥയിലൂടെയാണ് എഴുത്തുകാരൻ ഉപ്പ് സത്യാഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത്. നോക്കൂ. ഏക്ക് രാജാക്ക് 3 ബേട്ടിയാം ദീം, ഒരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. 3 ബേട്ടിയാം, ബേട്ടി മകൾ, ബേട്ടിയാം മക്കൾ. ഓക്കെ, 3 പെൺമക്കൾ ഉണ്ടായിരുന്നു. തും ചാഹോ തോ ഉസ് രാജാക്ക് 4 ബേട്ടിയാം ഫി ഹോ സക്തി ഹൈ ഇസി കഹാനി മേ, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ കഥയിൽ 4 പെൺമക്കൾ ഉണ്ടാകണമെന്ന്? രാജാനെ ഉൻസെ പൂച്ചാക്കി വേ ഉനെ കിത്തനാ പ്യാർ കർത്തി ഹൈ, അച്ഛൻ മക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന്. പലപ്പോഴും നിങ്ങളോട് ഫ്രണ്ട്സൊക്കെ ചോദിക്കാറുണ്ടല്ലേ, നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. അതുപോലെ നമ്മുടെ അച്ഛനായ രാജാവും മക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. നോക്കൂ. പഹലേനെ കഹ, ആദ്യത്തെ ആള് പറഞ്ഞു, മേം തുമേം ഉത്തനാ സാരാ പ്യാർ കർത്തി ഹൂം ജിത്തനാ ബഡാ സൂരജ് സേ, ഞാനെന്താ അങ്ങയെ ഈ സൂര്യനോളം, സൂര്യൻ്റെ വലിപ്പം അറിയാലോ, ആ സൂര്യനോളം ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ, രാജാവിന് സന്തോഷം കൊണ്ട് തലകുലുക്കി. കൊള്ളാം, എൻ്റെ മൂത്ത മകളെ എന്നെ സൂര്യനോളം സ്നേഹിക്കുന്നുണ്ട്. ദൂസരീനെ കഹ, എന്നാൽ 2ാമത്തെ ആൾ പറഞ്ഞു, മേം തുമേം ഉത്തനാ ചാഹത്തി ഹൂം ജിത്തനെ ചാന്ദ് സിതാരേ ആസ്മാൻ മേ ഹൈ, ഞാൻ അങ്ങയെ ആകാശത്തിലെ ചന്ദ്രനോളവും നക്ഷത്രങ്ങളോളവും അങ്ങയെ സ്നേഹിക്കുന്നു. രാജാനെ ഖുഷി സെ സിർ ഹിലായ ഓർ തീസരി ബേട്ടയ്ക്ക് തരഫ് ദേക്ക, വളരെ സന്തോഷത്തോടെ തലകുലുക്കൊണ്ട് 3ാമത്തെ മകളെ നോക്കി. തീസരി ചുപ് ഖടീതി, 3ാമത്തെ കുട്ടി വെറുതെ ഇരിക്കുകയാണ്, മിണ്ടാതിരിക്കുകയാണ്. വ ബോലി, എന്നിട്ടവൾ പറഞ്ഞു, മേം തുമേം ഖാനേ മേം നമക് ജിത്തന
പ്യാർ കർത്തി ഹൂ. ഞാൻ അങ്ങയെ ആഹാരത്തിലെ ഉപ്പ് എത്രമാത്രമാണോ അതുപോലെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. കഹാനി ലംബി ചൽത്തി ഹെ. കഥ നീണ്ടു പോവുകയാണ്. പഹലെ രാജാക്കോ യഹ് ജവാബ് പസന്ത് നഹി മാത്ത. പഹലെ ഫസ്റ്റ് ആദ്യം രാജാക്കോ രാജാവിന് യഹ് ജവാബ് പസന്ത് നഹി മാത്ത ഈ ജവാബ് ഉത്തരം പസന്ത് നഹി മാത്ത ഇഷ്ടപ്പെട്ടില്ല. പർ കഹാനിക്ക് അന്തമേം കഹാനിയുടെ അവസാനം ഒടുവിൽ വ രാജ ഖാനെ മേം തഥാ ജീവൻ മേം നമക് കെ മഹത്വ സമജ് ജാതാ ഹെ. രാജാവിനൊടുവിൽ ആഹാരത്തിൽ ഉപ്പിൻ്റെ സ്ഥാനം എന്താണെന്ന് മനസ്സിലായി. കൂട്ടുകാർക്കറിയാമോ ആ കഥ? അച്ഛൻ മക്കളോട് ചോദിച്ചപ്പോൾ ഇളയാൾ പറഞ്ഞു, എനിക്ക് ആഹാരത്തിലെ ഉപ്പിനോളമാണ് അങ്ങയോട് സ്നേഹമെന്ന്. അച്ഛൻ ആ മറുപടി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അച്ഛൻ ഇളയ മകളോട് സംസാരിക്കാതെയായി. ഒരു ദിവസം ഈ കുട്ടി എന്ത് ചെയ്തു എന്നറിയോ? അച്ഛന് ഭക്ഷണം വിളമ്പിയപ്പോൾ അതിൽ ഉപ്പ് ചേർത്തതേയില്ല. അച്ഛൻ വന്ന് ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അതിൽ ഒരു ടേസ്റ്റും ഇല്ല. അതിൽ ഉപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാജാവിന് ദേഷ്യം വന്നപ്പോൾ മകൾ പറഞ്ഞു, അച്ഛൻ മനസ്സിലായോ ഉപ്പിൻ്റെ പ്രാധാന്യം എത്ര മാത്രമാണെന്ന്? ഉപ്പ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഉപ്പിനെ നമുക്ക് ഒന്നിൽ നിന്നും മാറ്റി നിർത്താനാവില്ല. എന്തൊരു കാര്യത്തിനും അതിൻ്റെ സ്വാദ് കിട്ടണമെങ്കിൽ അതിനാവശ്യമായ ഉപ്പ് ചേർത്തേ പറ്റൂ. അതുപോലെയാണ് എനിക്ക് അച്ഛനെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മാറ്റി നിർത്താനാവില്ല. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛനുണ്ടാവണം. ഞാൻ അത്രമാത്രം അച്ഛനെ സ്നേഹിക്കുന്നു. അപ്പോൾ മകൾ പറഞ്ഞതിൻ്റെ ആ പൊരുൾ അച്ഛൻ മനസ്സിലാക്കി. അതാണ് ആ കഥയുടെ അവസാനം. അച്ഛൻ അതിൻ്റെ ആ ആവശ്യകത, ഉപ്പിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഉപ്പിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞത്. തബ് അപ്പനി ഛോട്ടി കെ പ്യാർ കി ഗഹരായി കോ സമജ്താ ഹൈ. അങ്ങനെ ആ രാജാവിന് തൻ്റെ ഇളയ മകളുടെ സ്നേഹം എത്രമാത്രമാണെന്ന് മനസ്സിലായി. തും ധ്യാൻ സെ പഠോ തോ പാവോഗെ കി യേ കഹാനി ന തോ രാജാ കി ഹെ ന ഉസ്കി പസന്ത് की. ये कहानी न कि उसकी बेटियों के बारे में है न उनके कहने के बारे में. ये नमक की कहानी है. महात्मा गांधी ने भी एक नमक की कहानी लिखी थी. നോക്കൂ കൂട്ടുകാരെ, തും ധ്യാൻ സെ പഠോ തോ പാവോഗെ കി യേ കഹാനി ന തോ രാജാ കി ഹെ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇത് ആ രാജാവിൻ്റെ കഥയല്ല. ന ഉസ്കി പസന്ത് കി, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ കഥയുമല്ല. യേ കഹാനി ന ഉസ്കി ബേട്ടിയോം കെ ബാരെ മേ ഹെ, ഈ കഥ ആ മക്കളെ ബേസ് ചെയ്തുള്ളതും അല്ല. ന ഉൻകെ കഹനേക്കെ ബാരമേ, ആ കുട്ടികളുടെ മറുപടിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതും അല്ല. നമക് കി കഹാനി ഹേ, ഇത് ഉപ്പിൻ്റെ കഥയാണ്, സാൾട്ടിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ഫി ഏക് നമക് കി കഹാനി ലിഖി ദി. മഹാത്മാഗാന്ധിയും ഒരു ഉപ്പിൻ്റെ കഥ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഹാനി ഉനോംനെ ബോൾക്കർ നഹി ലിഖി, ആ കഥ അദ്ദേഹം പറഞ്ഞ് എഴുതിയതല്ല. കഹാനി ഉനോംനെ ചൽക്കർ ലിഖി ദി, ആ കഥ അദ്ദേഹം ചൽക്കർ നടന്ന് എഴുതിയതാണ്. കഹാനി ഉനോംനെ സൈക്കടോ മേൽ ചൽക്കർ ലിഖി ദി. നോക്കൂ, അത് അദ്ദേഹം സൈക്കടവും 100 സൈക്കടവും 100 കണക്കിന് മൈൽ 100 കണക്കിന് മൈൽ ചൽക്കർ ലിഖി ദി, നടന്ന് 100 കണക്കിന് മൈൽ നടന്നെഴുതിയതാണ്. വഹ ഉൻകെ സാത്ത് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോം നെ ലിഖി ദി, അത് അദ്ദേഹത്തിനോടൊപ്പം നടന്ന ആൾക്കാർ കൂടി എഴുതിയതാണ്. വേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേസോം ദ്വാരാ की जा रही अंधाधुंध लूट से चिंतित है, जो हमारे देश को अंग्रेजों के चंगुल से छुड़ाना चाहते थे, जिन्होंने भारत देश को नई तरह से चलाने का सपना आंखों में लिया था. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കഥ ബ്രിട്ടീഷുകാരുടെ അനിയന്ത്രിതമായ ആ കൊള്ളയിൽ നിന്ന്, ആ പിടുത്തത്തിൽ നിന്നും വിടുവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഥയാണ്. ആ ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നതിൻ്റെ ഫലമായി ഉണ്ടായ കഥയാണ്. ഓക്കെ, അന്ധാന്ധുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അന്ധാന്ന് വെച്ചാൽ അനിയന്ത്രിതമായ, നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അവരുടെ കൊള്ളയ്ക്ക് എതിരായിട്ടുള്ളതായിരുന്നു. ഓക്കെ, അവരുടെ അതിനു മേലെയുള്ള കണ്ണ് തുറപ്പിക്കലായിരുന്നു ഈ കഥ. ഉൻ ദിനോം അംഗ്രേസോം നെ ഭാരത് മേ നമക് പർ ടാക്സ് ലഗാ രഖാ ഥാ. ആ ദിവസങ്ങളിൽ ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ ഉപ്പിന് മേലെ നികുതി ഏർപ്പെടുത്തിയിരുന്നു. ഇസ്സേ നമക് ബഹുത് മഹംഗാ ഹോ ഗയാ ഥാ. അതുകൊണ്ട് തന്നെ ഉപ്പ് വില കൂടിയ വസ്തുവായിട്ട് മാറി. കാര്യം
ഉപ്പ് എടുക്കണമെങ്കിൽ ടാക്സ് അടയ്ക്കണം. അപ്പോൾ അത് ഉപ്പ് വില കൂടിയ വസ്തുവായിട്ട് മാറി. നമുക്കറിയാം ഭാരതത്തിലെ കടലിൻ്റെ വലിപ്പം വളരെ കൂടുതലാണ്. കടൽ ആവശ്യം പോലെയുണ്ട്. കടൽ ജലത്തിൽ നിന്നാണ് നമുക്ക് ഉപ്പ് എടുക്കുന്നത്. പക്ഷേ ഇന്ത്യക്കാർക്ക് ഉപ്പ് വേർതിരിച്ചെടുക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് ടാക്സ് അടയ്ക്കണമായിരുന്നു, അല്ലേ? അതിനെതിരെ ആയിരുന്നു ഈ ഉപ്പ് സത്യാഗ്രഹം നടന്നത്. നോക്കൂ, अंग्रेजों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. अंग्रेजों ബ്രിട്ടീഷുകാർ ഭാരതത്തിലെ ലോകോങ്കോ ഭാരതവാസികൾക്ക് ഖുദ് സ്വയം സ്വന്തമായിട്ട് നമക് ബനാനെ സേ റോക് രഖാ ഥാ സ്വന്തമായിട്ട് ഉപ്പ് നിർമ്മിക്കുന്നത് തടസ്സപ്പെടുത്തിയിരുന്നു, നിർത്തിയിരുന്നു. അഗർ കോയി അപ്പനെ ഹി സമുദ്ര കെ പാനി സേ നമക് ബനാത്താ ഉസേ സജാ ഹോ സക്തി ഥി. ആരാണോ സ്വന്തം നമ്മുടെ കടലിൽ നിന്ന് ജലമെടുത്ത് ഉപ്പ് നിർമ്മിച്ചിരുന്നത് അവർ വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നിരുന്നു. ഗാന്ധിജി സാലോം പഹലെ अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नाम के समुद्र किनारे के गांव चल पड़े. നമ്മുടെ ഗാന്ധിജി സാലോം പഹലെ വർഷങ്ങൾക്ക് മുൻപ് अपने कुछ साथियों के साथ സാത്തി ഫ്രണ്ട് തൻ്റെ കുറച്ച് സന്തത സഹചാരികളോടൊപ്പം കുറച്ച് ഫ്രണ്ട്സിനോടൊപ്പം അഹമ്മദാബാദിലേക്ക് പൈതൽ മീൻസ് കാൽനടയായി ദണ്ഡി നാം കെ സമുദ്ര കിനാരേക്ക് ഗാവ് ചൽപ്പടെ. ദണ്ഡി എന്ന പേരുള്ള സമുദ്രത്തിന് തീരെയുള്ള ഗ്രാമത്തിലേക്ക് പോയി. അതായത് അഹമ്മദാബാദിലെ ദണ്ഡി കടപ്പുറത്തേക്ക് നമ്മുടെ ഗാന്ധിജി കാൽനടയായി പോയി. വേ വഹാം ജാക്കർ സമുദ്ര കെ പാനി സേ ഖുദ് നമക് ബനാക്കർ അംഗ്രേസോं का काला कानून तोड़ना चाहते थे. അദ്ദേഹം എന്തിനാ അവിടെ പോയത്? ഉപ്പ് സത്യാഗ്രഹം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? നോക്കൂ, വേ വഹാം ജാക്കർ അദ്ദേഹം അവിടെ പോയിട്ട് സമുദ്ര കെ പാനി സേ സമുദ്രജലം കൊണ്ട് ഖുദ് സ്വയം നമക് ബനാക്കർ ഉപ്പ് നിർമ്മിച്ച് അംഗ്രേസോं का काला कानून ബ്രിട്ടീഷുകാരുടെ കാലാ കാനൂൻ കരി നിയമം തോടന ചാത്തേതെ അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ പറഞ്ഞിരുന്നല്ലോ ഇന്ത്യക്കാർക്ക് ഉപ്പ് കുറുക്കാനുള്ള അവകാശമില്ല, ഉപ്പ് നിർമ്മിക്കാനുള്ള അവകാശമില്ല എന്ന്. ആ ബ്രിട്ടീഷുകാരുടെ ആ കര നിയമത്തെ തകർത്ത് കളയണമെന്ന് ആരാഗ്രഹിച്ചു? നമ്മുടെ ഗാന്ധിജി ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കാൽനടയായിട്ട് അഹമ്മദാബാദിലെ ദണ്ഡി കടപ്പുറത്തേക്ക് നടന്ന് യാത്ര ചെയ്തത്. ഓക്കെ, ഗാന്ധിജി 3 हफ्ते से आधे पैदल चलते रहे. ഗാന്ധിജി 3 ഹഫ്ത മീൻസ് ആഴ്ചകൾ, 3 ആഴ്ചകളിലധികം അധിക പൈതൽ ചലത്തെ രഹേ കാൽനടയായി സഞ്ചരിച്ചു. ഉൻകെ സാത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ദേശവാസി ലോഗ് ആക്കാർ ജുട്ടെ ഗയേ. അദ്ദേഹത്തിനോടൊപ്പം ഇദ്ദേഹം സഞ്ചരിച്ചു പോകുന്ന വഴികളിലെ ആൾക്കാരൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പങ്കുചേർന്നു. ഇസ് തരഹ ജബ് വേ ദണ്ഡി പहुंचे ഉൻകെ സാത്ത് ഹസാരോം ലോഗ് ദേ. ഇത്തരത്തിൽ അദ്ദേഹം നടന്ന് ദണ്ഡി കടപ്പുറത്തെത്തിയപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി. ഹസാരോം ആയിരക്കണക്കിന് ആൾക്കാർ ഗാന്ധിജിയോടൊപ്പം പങ്കുചേർന്നു. ജോ സമുദ്ര കെ പാനി में खुले नमक को बाहर लाकर अंग्रेजों का कानून तोड़ना चाहते थे. എന്താ, കടലിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുത്ത് ബ്രിട്ടീഷുകാരുടെ നിയമത്തെ തകർത്തെറിയാനായിട്ട് ആഗ്രഹിച്ചു. ഇസ്സേ ഭാരത് പർ അംഗ്രേസോം കി പകഡ് ഡീലി പറ്റി. ഇതില് ഭാരതത്തില് അംഗ്രേസോം കി ബ്രിട്ടീഷുകാരുടെ പകഡ് ഡീലി പറ്റി. പകഡ് ഡീല പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടുത്തം ദുർബലമാവുക. അവരുടെ ബ്രിട്ടീഷുകാരുടെ കടംപിടുത്തം ദുർബലമായി. രാസ്തേമേ കൈ ഗാവ് പടെ. രാസ്ത മീൻസ് എന്താ? വഴി. ഗാന്ധിജി കാൽനടയായാണ് യാത്ര ചെയ്തത്, അല്ലേ? അദ്ദേഹം പോകുന്ന വഴിക്ക് കൈ ഗാവ് പടെ ധാരാളം ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജി ഓർ ഉൻകെ സാഥി ജഹാം ഫീരുക്തെ. ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ സഹായികളും അല്ലെങ്കിൽ സുഹൃത്തുക്കളും ജഹാം ഫീരുക്തെ ആ ഗ്രാമങ്ങളിലാണ് തങ്ങിയിരുന്നത്. ഗാവ്വാലെ ഗ്രാമവാസികൾ ഉനെ പൂരേ മനസ്സേ അവർ നിറഞ്ഞ മനസ്സോടെ പൂർണ്ണ മനസ്സോടെ ഖാന ഖിലാത്തെ അവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പി. വേ സഫി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടെ അവർ സുബഹ് ഫിർ ചൽ പട്ടെ ധേ. അവർ ആ രാത്രി മുഴുവൻ ആ ഗ്രാമത്തിൽ തങ്ങിയിട്ട് രാവിലെ എന്ത് ചെയ്യും? യാത്ര പുനരാരംഭിക്കും. ദണ്ഡി പहुंचते ही സഫി കോ സമുദ്ര കാ ആസ്മാൻ തക് ഫൈല വിസ്താർ ദിഖ. ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന എത്തിച്ചേരുക. സഫീക്കോ എല്ലാവർക്കും
സമുദ്ര കാ ആസ്മാൻ തക് ഫൈലാ വിസ്താർ ദിഖ. ആകാശത്തോളം വിസ്തരിച്ച് അല്ലെങ്കിൽ ആകാശത്തോളം പരന്നു കിടക്കുന്ന സമുദ്രത്തെ കാണാൻ സാധിച്ചു. ലഹരയും ദിഖയും, ലഹരയും എന്താ, തിരമാലകൾ, തിരമാലകൾ കണ്ടു. ലഹരോമേം ചമക്തേ സൂരജ് ദിഖ. ആ തിരമാലയിൽ മിന്നിത്തിളങ്ങുന്ന സൂര്യനെ കണ്ടു. കിനാരെ കെ ഖണ്ഡോമേം നമക് സെ ഗാഢാ ഹുവാ പാനി ഓർ അപ്പനെ ആപ് ബനാ നമക് ദിഖ. കിനാരെ സമീപത്തുള്ള ഗഡ്ഢവും മീൻസ് കുഴികളിൽ നമക് സെ ഗാഢാ ഹുവാ പാനി ഉപ്പ് കൊണ്ട് നിറഞ്ഞ ഉപ്പ് വെള്ളത്തെ അവർക്ക് കാണാനായിട്ട് സാധിച്ചു. ഓർ അപ്പനെ ആപ് ബനാ നമക് ദിഖ. അവർ നിർമ്മിച്ച ഉപ്പും അവർക്ക് കാണാൻ സാധിച്ചു. ഉൻ സഫി കോ ഗാന്ധിജി ने यहाँ लाकर पूरे देश को अंग्रेजों से मुक्त होने का रास्ता दिखा दिया. അദ്ദേഹം ഗാന്ധിജി അവിടെ നിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്ന വഴിയും കണ്ടു. हमारे दोस्त और कहानीकार आनंदमूर्ति कहते थे कि जब गांधी ने समुद्र किनारे हाथ में मुट्ठी पर नमक उठाया. എന്താ, നമ്മുടെ കഹാനികാർ എഴുത്തുകാരൻ അനന്തമൂർത്തി പറഞ്ഞിരിക്കുകയാണ്, ജബ് ഗാന്ധിജിനെ സമുദ്ര കിനാരെ, എപ്പോഴാണോ ഗാന്ധിജി സമുദ്രത്തിന്റെ തീരത്ത് നിന്ന് ഹാത്തുമേം കയ്യില് മുട്ടി ഫർ നമക്കുടായ, മുട്ടി ഫർ കൈ നിറയെ നമക്കുടായ ഉപ്പെടുത്തത്. ഉനോംനെ ദേശ് കെ ആസാദ് ഹോനെ കാ രാസ്ത ഖോൽ ദിയ. അദ്ദേഹം ദേശത്തിന്റെ രാജ്യത്തിന്റെ ആസാദ് സ്വാതന്ത്ര്യം, ആസാദ് ഹോനെ കാ സ്വാതന്ത്ര്യത്തിനേക്കുള്ള രാസ്ത ഖോൽ ദിയ വഴി തുറന്നു കാട്ടി, വഴി തുറന്നു തന്നു. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ ആസാദ് ഹോ ഗയ. 17 വർഷം നീണ്ട ആ യാത്രയിലൂടെ നമുക്ക് എന്ത് നേടാൻ കഴിഞ്ഞു? സ്വാതന്ത്ര്യം നേടാനായിട്ട് കഴിഞ്ഞു. നമുക്കറിയാം 1913 1930 ഉപ്പ് സത്യാഗ്രഹം നടന്നത്. അതിൽ നിന്ന് പിന്നെയും ഉപ്പ് സത്യാഗ്രഹം നടന്ന് വീണ്ടും 17 വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു ഇന്ത്യ സ്വതന്ത്രയാകാൻ വേണ്ടിയിട്ട്, അല്ലേ? അതാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आसाद हो गया. 17 വർഷക്കാലം ആ വഴിയിലൂടെ സഞ്ചരിച്ച് ഭാരതം സ്വതന്ത്രമായി. इस कहानी में और भी कई फितरे धुमाव है. तुम वह सब खुद एक खोजो कि हम किन किन रास्तों से अंग्रेजों के चंगुल से छूटे थे. ഈ കഥയിൽ ഇനിയും ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അവ സ്വന്തമായി കണ്ടെത്തൂ. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ മോചിതമാകാൻ എന്തൊക്കെ സംഭവങ്ങളാണ് ഉണ്ടായതെന്ന് സ്വന്തമായി കണ്ടെത്തൂ. ഓക്കെ, കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ഉടൻ തന്നെ ഞാൻ എത്തുന്നതാണ്. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.